ശ്രീകുമാർ, പാലക്കാട് ആവേശം വാനോളമാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. പ്രവർത്തകർ എത്രത്തോളം ആവേശത്തോടെയാണ് രാഹുലിന്റെ മുന്നേറ്റത്തെ കാണുന്നത്? ലക്ഷ്മി, രാവിലെ മുതൽ തന്നെ UDF പ്രവർത്തകരെ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ തന്നെ ഏതാണ്ട് വിജയ പ്രഖ്യാപനം, ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രം വരാനിരിക്കുകയുള്ളൂ. ഏതാണ്ട് 20,289 വോട്ടുകൾക്ക് ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടം മുന്നിലാണ്. പ്രഖ്യാപനം ഉണ്ടാകും, ഉടൻ തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും വലിയൊരു മുന്നേറ്റമാണ് UDF ഇവിടെ കാഴ്ചവെച്ചത്. പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ പാലക്കാട് നഗരസഭാ അതിർത്തിയിലും അതുപോലെ തന്നെ മറ്റു പഞ്ചായത്തുകളുമൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു മുന്നേറ്റമാണ് UDF ഇവിടെ കാഴ്ചവെച്ചത്. സാധാരണയായി പാലക്കാടിന്റെ നഗരസഭാ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 മുതൽ 14 വരെയുള്ള ആദ്യ റൗണ്ടുകൾ എണ്ണുമ്പോൾ തന്നെ NDA വലിയ രീതിയിലുള്ള മുന്നേറ്റം 2500 മേളിലൊക്കെ ഒരു വോട്ടിന്റെ വിഹിതം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു, അധികം കാണാമായിരുന്നു. എന്നാൽ ഇക്കുറി അത് വളരെ കുറഞ്ഞ ഒരു 1000-ൽ പരം വോട്ടുകളുടെ വിഹിതമായി മാറി, ഒരു ഭൂരിപക്ഷമായി കുറയുകയുണ്ടായി. എന്നാൽ തുടർന്നുള്ള റൗണ്ടുകൾ, അതായത് 2, 3-ലുമൊക്കെ UDF-ന് ഒരു വലിയ മേൽക്കോയ്മ ലഭിക്കുന്നു. പകരം 5-ാമത്തെ റൗണ്ടിൽ NDA തിരിച്ചു വരുന്നു. പക്ഷേ 6-ാമത്തെ റൗണ്ടിൽ NDA-യുടെ ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞൊരു 400-ആയി കുറയുന്നു. പിന്നെ ആ 7, 8, 9, 10 അങ്ങനെ ആ റൗണ്ടുകളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്താൽ ആ ഭൂരിപക്ഷം 1000, 5000, 15,000, അവസാനം 20,000 കടന്നെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിറഞ്ഞ ഒരു മണ്ഡലം കൂടിയായിരുന്നു പാലക്കാട്. അതുകൊണ്ട് തന്നെ സകലമാന ശ്രദ്ധയും പാലക്കാടായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു മണ്ഡലമായിരുന്നു. ഇക്കുറി 2-ാം സ്ഥാനം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയും 2-ാം സ്ഥാനത്തായിരുന്നു. ഇക്കുറി ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 തവണയായി നഗരസഭ ഭരിക്കുന്നത് BJP-യാണ്. അതുകൊണ്ട് തന്നെ BJP-ക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ക്യാമ്പ് ചെയ്താണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ BJP ക്യാമ്പ് വിട്ടുപോയത് മാത്രമാണ് ഏറെ ഒരു NDA ക്യാമ്പുകളിൽ ചെറിയൊരു ഇളക്കം സൃഷ്ടിച്ചത്. എന്നാൽ പോലും അതൊന്നും വോട്ടിൽ ഫലിക്കില്ല എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം NDA നേതാക്കന്മാർ പറയുകയുണ്ട്. എന്നാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് UDF ക്യാമ്പുകളിൽ വലിയൊരു ആവേശം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം സരിൻ NDA കോൺഗ്രസ് വിട്ടുപോകുന്നു, LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ നീല ട്രോൾ വിവാദം, ഇരട്ട വോട്ട് വിവാദം, മറ്റ് വിഷയങ്ങൾ എല്ലാം വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ വലിയൊരു ആവേശത്തിലാണ്. ലക്ഷ്മി, വ്യക്തമാണ്. ഏതായാലും ലക്ഷ്മി, നമുക്ക്